മോന് 1 ലക്ഷം ഞാൻ തരും. നിന്റെ കയ്യിൽ പണമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അത് മുഴുവനും ഇട്ട് നീ തുലാഭാരം തൂക്കിയാലും മുണ്ടയ്ക്കൽ ശേഖരൻ കാൽവെച്ച് നട്ടുയരില്ല. മംഗലശ്ശേരി അത് ഞാൻ പൊളിക്കും. അതിന്റെ അസ്ഥിവാരം നിരത്തി ഞാൻ കുഴി കക്കൂസ് കുത്തും. എന്നിട്ട് നാട്ടുകാരെ വിളിച്ച് അങ്ങോട്ട് കാശ് കൊടുത്തിട്ട് കാര്യം സാധിക്കാൻ പറയും. എന്നിട്ട് നിങ്ങളും കുടുംബവും കൂടെ തലയിൽ ചുമന്നുകൊണ്ട് പോകുമായിരിക്കും. അമ്മാതിരി തറപ്പണിക്ക് നിങ്ങൾക്ക് വേറെ സ്ഥലം കിട്ടും. ഇത് ഒഴിവാക്ക്. എന്റെ അമ്മ അടക്കം ചെയ്ത മണ്ണാണത്. ഓ, അങ്ങനെ ഒന്നുണ്ടോ? എങ്കിലും ആ അസ്ഥിമാനമായിരിക്കും ആദ്യം ഞാൻ കുത്തിപ്പൊളിച്ച് കളയാൻ പോകുന്നത്. ഇല്ല നമ്പ്യാരെ, അതിനായി നിങ്ങൾ ഈ ബാലൻസ് നിൽക്കുന്ന കൈ ഉയർത്തിയാൽ വാഴയില വെട്ടി വിരിച്ച് കാത്തിരിക്കാൻ വീട്ടുകാരോട് പറഞ്ഞിട്ടായിരിക്കണം. തോടിയങ്ങ് ചെല്ലും മുണ്ടക്കൽ ബംഗ്ലാവിലേക്ക്. ആവേശം ഈ പ്രായത്തിൽ നല്ലതല്ല, അതൊരു രോഗലക്ഷണമാണ്. ചിന്തിക്ക്. എന്നിട്ട് എനിക്കൊരു മറുപടി താ. ഇനിയും എന്റെ മുന്നിൽ നീ ഇതും പറഞ്ഞു വന്നാൽ പണ്ട് കുഞ്ഞനന്ദനെ കൊന്ന തോക്ക് ഞാൻ എടുക്കും. തോക്കെടുത്തോ, പക്ഷെ തോക്കാൻ വേണ്ടിയാകരുതെന്ന് മാത്രം. ഒറ്റ കയ്യിൽ ഡബിൾ ബാരൽ പൊക്കി എയിം ചെയ്യുന്ന നേരമൊന്നും എനിക്ക് വേണ്ട. ഞാനിങ്ങനെ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് നടത്തുന്ന പോലെ ഈ 6 അടി 1.5 ഇഞ്ചിൽ സവാരി നടത്തും. ഒന്നും രണ്ടുമല്ല, കുറെ ഉണ്ട്. പല സൈസിൽ പല രീതിയിൽ പെടയ്ക്കുന്നത് എന്റെ കയ്യിൽ. കുറച്ച് മണിക്കൂറുകൾ അല്ലെങ്കിൽ ഒരു ദിവസം കാക്കും. പിന്നെ നമ്പ്യാര് വിവരം അറിയും. നീ പോടാ ചെക്ക. ഞാൻ പോകുന്നു. പക്ഷെ ഈ നാക്കുകൊണ്ട് തന്നെ കാർത്തികേയ മോനെ എന്ന് വിളിച്ച് കരയുന്ന ഒരു ദിവസം വരും. അത് ഒഴിവാക്കാൻ ചിന്തിക്കേ. ഇനി കാണുമ്പോ നിന്റെ മീശ പിടിച്ചിങ്ങനെ മുകളിലോട്ട് വെക്കരുത്. അങ്ങനെ കണ്ടാൽ സീ വിടുവേ. പിടിച്ചതാ മോനെ. ആപ്പച്ചട്ടിയില് അരി വറക്കരുത്.